അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك الذي يبشر الله عباده الذين آمنوا وعملوا الصالحات قل لا أسألكم عليه أجرا إلا المودة في القربى ومن يقترف حسنة نزد له فيها حسنا إن الله غفور رحيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകുകയും ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ മുആവിയ എന്ന അമവി ഭരണാധികാരിയെക്കുറിച്ച് നാം പ്രതിപാദിച്ചു. അതിനെ തുടർന്ന് പറയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് ഹസൻ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റേത്. ഹസൻ എന്ന് പറയുന്നത് ഫാത്തിമ ബീവിയുടെയും അലി ഇബ്നു അബി ത്വാലിബിൻ്റെയും മൂത്തപുത്രനാണ്. അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിൽ അഥവാ മുആവിയൻ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി എഴുതപ്പെട്ട ചരിത്രത്തിൽ എവിടെയും കാര്യമായി പരാമർശിക്കപ്പെടാതെ പോയ വ്യക്തിത്വമാണ്. സാധാരണ 4 ഖലീഫമാരെ കുറിച്ചാണ് പറയാറുള്ളത്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്നിങ്ങനെ പറഞ്ഞു പോവുകയാണ് പതിവ്. യഥാർത്ഥത്തിൽ ഹസൻ ഇബ്നു അലി 5ാമത്തെ ഖലീഫയായി ഖിലാഫത്ത് ഏറ്റെടുത്തിരുന്നുവെന്ന്, അദ്ദേഹം ഭരണം നടത്തിയിരുന്നുവെന്ന്, അദ്ദേഹം വിപ്ലവകരമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നുവെന്നൊന്നും ആരും അറിയില്ല. 4 ഖുലഫാകൾ എന്നാണ് പറയാറ്. അങ്ങനെ പറയുന്നതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ ഒരു അജണ്ടയുണ്ട് എന്നുള്ളതാണ് നേര്. യഥാർത്ഥത്തിൽ 5ാമതൊരു ഖലീഫയുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖിന് ശേഷം ഉമറുൽ ഫാറൂഖ് വന്നതുപോലെ, ഉമറുൽ ഫാറൂഖിന് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വന്നതുപോലെ, അതിനുശേഷം അലി ഇബ്നു അബി ത്വാലിബ് വന്നതുപോലെ അതേക്കാൾ ശക്തമായി ഖിലാഫത്തിലേക്ക് വന്ന ഒരാളാണ് ഹസൻ ഇബ്നു അലി അലൈഹിസ്സലാത്തു വസ്സലാം. ഇത് മനസ്സിലാക്കാതെ 4 ഖലീഫമാരോടുകൂടി ഖിലാഫത്ത് അവസാനിച്ചു എന്ന് അറിവില്ലാതെ പറയുകയാണ്. ഇന്ന് ഞാൻ ഈ ചരിത്രം പറയുന്നതിന് വേണ്ടി ഇവിടെ ഉദ്ധരിക്കുന്ന കിതാബ് അൽ ബിദായത്തു വൻ നിഹായ എന്ന ഇബ്നു കസീറിൻ്റെ കിതാബാണ്. ഇബ്നു കസീർ എന്ന് പറയുന്നത് ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ്. ഇബ്നു കസീർ തഫ്സീറുൽ മഅ്സൂർ എന്ന് പറയുന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തഫ്സീറുകളെ വ്യാഖ്യാനിച്ച വളരെ പ്രമുഖനായ മുഫസ്സിറായി അഹ്ലുസുന്ന പരിഗണിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അൽ ബിദായത്തു വൻ നിഹായ എന്ന ഗ്രന്ഥം ഇസ്ലാമിക ചരിത്രത്തിലെ ആധികാരിക ഗ്രന്ഥമായി വിലയിരുത്തപ്പെടുന്നു. അങ്ങനെ മറുചോദ്യമില്ലാത്ത, മറുവാക്കില്ലാത്ത ഒരു പണ്ഡിത കേസരിയായി വിലയിരുത്തപ്പെടുന്ന ഇബ്നു കസീർ എഴുതിയ അൽ ബിദായത്തു വൻ നിഹായയിലെ ഉദ്ധരണികളാണ് ഞാൻ ഇന്ന് ഹസൻ ഇബ്നു അലിയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് കിതാബ് പറഞ്ഞില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. കിതാബ് പറയുന്നുണ്ട്, അത് ഇബ്നു കസീറിൻ്റെ കിതാബാണ്. ഉദ്ധരണികളെല്ലാം അതിൽ നിന്നുള്ളതാണ്. ഹസൻ ഇബ്നു അലി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം 3ാമത്തെ വർഷമാണ് ജനിക്കുന്നത്. മദീനയിലാണ് ജനനം. ഫാത്തിമ ബീവിയുടെയും അലി ഇബ്നു അബി ത്വാലിബിൻ്റെയും മൂത്തപുത്രൻ. അദ്ദേഹം പ്രവാചകൻ്റെ വളരെ പ്രിയപ്പെട്ട പൗത്രനാണ്.
റസൂല് മടിയിൽ വെച്ച് വളർത്തിയ പ്രവാചകൻ പോകുമ്പോഴൊക്കെ കൂടെ എടുത്തു കൊണ്ടുപോകുമായിരുന്ന, ബുഖാരിയൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഖുത്ബ നിർവഹിക്കുമ്പോൾ മിമ്പറിൽ പോലും ഒക്കത്തിരുത്തി ഖുത്ബ നിർവഹിച്ച അങ്ങനെയുള്ളൊരു കുട്ടിയാണ് ഹസൻ. രൂപഭാവങ്ങളിലും സ്വഭാവ പെരുമാറ്റങ്ങളിലും എല്ലാം പ്രവാചകനോട് ഏറെ സാമ്യം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു ഹസൻ ഇബ്നു അലി. വളരെ ചെറുതിലെ തന്നെ പിതാവിൽ നിന്ന്, അതായത് അലി ഇബ്നു അബി താലിബ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കുകയും തൻ്റെ ശിഷ്യനായി പിതാവിൽ നിന്ന് തന്നെ ശിഷ്യത്വം സ്വീകരിച്ച് പിതാവിൽ നിന്ന് അറിവ് സമ്പാദിച്ച് പിതാവിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോയ ഒരു കുട്ടിയാണ് ഹസൻ. പൊതുവെ ബഹളങ്ങൾക്കൊന്നും പോകാതെ ശാന്തശീലനായി വളർന്നൊരു കുട്ടി. അദ്ദേഹം ഈ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം അവിടെ നടന്ന ഈ കലഹങ്ങളിലൊന്നും കാര്യമായി പങ്കെടുത്തിരുന്നില്ല. പിന്നെയും അദ്ദേഹത്തിൻ്റെ അനുജനായ ഹുസൈനാണ് കുറച്ചൊക്കെ ആൾക്കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. ഹസൻ ഒരു അന്തർമുഖനായിരുന്ന് ഒരു അധ്യാത്മ ലോകത്ത് വിരാജിച്ചിരുന്ന, അതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന, ജ്ഞാനപരമായ ചർച്ചകളിലും ജ്ഞാനപരമായ അന്വേഷണങ്ങളിലും മാത്രം ഒഴുകിയിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. വല്യുപ്പാൻ്റെ മരണത്തിന് ശേഷം ഉമ്മ വളരെ പെട്ടെന്ന് തന്നെ കൊല്ലപ്പെട്ടു. ഈ ഒരു വേദനകളുടെ ലോകത്താണ് ഈ കുട്ടികളൊക്കെ വളരുന്നത്. അങ്ങനെ വളർന്ന് ഖിലാഫത്തിൽ രക്തരൂഷിതമായ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയി. സ്വന്തം പിതാവും കൊല്ലപ്പെട്ടു. അലിയാരി തങ്ങളുടെ ഷഹാദത്തിന് ശേഷം റമദാനിലാണ് അലിയാരി തങ്ങൾ കൊല്ലപ്പെടുന്നത്. അലി ഇബ്നു അബി താലിബ് കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നെ ജനങ്ങളെല്ലാം കൂടി ഹസൻ ഇബ്നു അലിയെ ബൈഅത്ത് ചെയ്തു. കൂഫയിലാണ്, അലിയാരി തങ്ങളുടെ കാലഘട്ടത്തിൽ കൂഫയിലാണ് തലസ്ഥാനം. മദീനയിൽ നിന്ന് കൂഫയിലേക്ക് മാറിയിരുന്നു. അങ്ങനെ കൂഫയിലെ ഗവർണറേറ്റിൽ ഒത്തുകൂടിയ ജനസാമാന്യം ഹസനെ ബൈഅത്ത് ചെയ്തു. ആദ്യമായി ബൈഅത്ത് ചെയ്തത് ഖൈസ് ഇബ്നു സഅദ് എന്ന അലി ഇബ്നു അബി താലിബിൻ്റെ ശിഷ്യനാണ്. ഖൈസ് ഇബ്നു സഅദ് ബൈഅത്ത് ചെയ്തതോടുകൂടി ബാക്കി എല്ലാവരും, ഇറാഖികൾ ഉൾപ്പെടെ എല്ലാവരും ഹസൻ ഇബ്നു അലിയെ ബൈഅത്ത് ചെയ്തു. എന്ന് വെച്ചാൽ ജനകീയനായി തിരഞ്ഞെടുക്കപ്പെട്ട ഖലീഫയാണ് അലിയാര് തങ്ങൾക്ക് ശേഷം ഹസൻ ഇബ്നു അലി. നോമിനേറ്റ് ചെയ്തതല്ല, ആരെങ്കിലും എഴുതി വെച്ചതുമല്ല, അല്ലെങ്കിൽ 4-5 ആളുകളെ പറഞ്ഞ് അതിൽ നിന്ന് തിരഞ്ഞെടുത്തതുമല്ല. ജനങ്ങൾ തിരഞ്ഞെടുത്ത, ജനകീയനായ, ജനാധിപത്യ സ്വഭാവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിൽ വന്നയാളാണ് ഹസൻ ഇബ്നു അലി, 5ാം ഖലീഫ. എന്തുകൊണ്ടാണ് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ ഈ 5ാം ഖലീഫയെ പ്രതിപാദിക്കാതെ പോകുന്നത്, 5ാം ഖലീഫയെ പറയാതെ പോകുന്നത്? അദ്ദേഹം ഖലീഫയായതിനു ശേഷം തുടങ്ങി വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ ഉണ്ടായിരുന്ന കലുഷിതമായ അന്തരീക്ഷത്തെ ഇല്ലാതാക്കി സമാധാനം സ്ഥാപിക്കാനായിരുന്നു. വിട്ടുവീഴ്ചയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ പ്രഭാഷണത്തിൽ പറയുന്നത് വിട്ടുവീഴ്ച, വിട്ടുവീഴ്ച, വിട്ടുവീഴ്ച. മാപ്പ് നൽകുക, മാപ്പ് നൽകുക, മാപ്പ് നൽകുക. ഒരു മനുഷ്യന് ഏറ്റവും മനോഹരമായി ലോകത്ത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ കർമ്മം മാപ്പ് ചെയ്യലാണ്. പ്രതികാരം ചെയ്യാനും അതിക്രമം പ്രവർത്തിക്കാനും പകരം ചോദിക്കാനും എല്ലാവർക്കും സാധിക്കും. മാപ്പ് നൽകാൻ അനുഗ്രഹീതർക്കേ സാധിക്കൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, മാപ്പ് നൽകുക, മാപ്പ് നൽകുക, മാപ്പ് നൽകുക. ഇതാണ് ഹസൻ ഇബ്നു അലിയുടെ മുദ്രാവാക്യം. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ നയതന്ത്രം, അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യ സൂത്രം ഇതായിരുന്നു: മാപ്പ് നൽകുക, വിട്ടുകൊടുക്കുക. സ്വന്തം പിതാവ് കൺമുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടും, സ്വന്തം മാതാവ് കൺമുന്നിൽ വെച്ച് അഗ്നിക്കിരയായി കൊല്ലപ്പെട്ടിട്ടും അദ്ദേഹം അതൊക്കെ മനസ്സിലുണ്ടായിട്ടും അതിനൊക്കെ പകരം ചോദിക്കുന്നത്, അതിനൊക്കെ പ്രതികാരം ചെയ്യുന്നത് സമൂഹത്തിൽ വീണ്ടും കലാപമുണ്ടാക്കാനേ ഉപകരിക്കൂ എന്നുള്ളതിനാൽ കയ്യെത്തും ദൂരത്ത് കണ്ണിൻ്റെ മുന്നിൽ കൊലയാളികളൊക്കെ സൗര്യമായി വിഹരിക്കുന്നത് കണ്ടിട്ടും മാപ്പ് നൽകുക, മാപ്പ് നൽകുക, മാപ്പ് നൽകുക എന്ന മുദ്രാവാക്യം ഉയർത്തി അദ്ദേഹം ഒന്നിനും പ്രതികാരം ചെയ്തില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞു, നമുക്ക് സമാധാനത്തോടെ ജീവിക്കണം, ശാന്തമായി ജീവിക്കണം. റസൂലുള്ളാഹി ഉറങ്ങിക്കിടക്കുന്ന മറമാടപ്പെട്ട മദീന ഉൾപ്പെടെ, വിശുദ്ധ ഹറം ഉൾക്കൊള്ളുന്ന മക്ക ഉൾപ്പെടെ നമ്മുടെ നാടെല്ലാം സമാധാനത്തിൻ്റെ നാടാകണം. അതുകൊണ്ട് മാപ്പ് നൽകുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. അങ്ങനെ ശാന്തമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത 5ാമത്തെ ഖലീഫയിരിക്കെ മുആവിയ ഹസൻ ഇബ്നു അലിയോട് യുദ്ധത്തിന് പുറപ്പെട്ടു. ചരിത്ര പുസ്തകങ്ങൾ വായിക്കണം, ഇബ്നു കസീർ വായിക്കണം.
കൂടിയിരുന്നിട്ട് എന്തെങ്കിലും വർത്തമാനങ്ങൾ പറയലല്ല. ഇബ്നു കസീർ വായിക്കണം. മുആവിയ പുറപ്പെട്ടു ആരോട്? തിരഞ്ഞെടുക്കപ്പെട്ട ഖലീഫയോട് യുദ്ധത്തിന്. ഹസൻ ഇബ്നു അലിയുടെ പിതാവായ അലി ഇബ്നു അബി താലിബിനോട് യുദ്ധത്തിന് പുറപ്പെട്ടയാളാണ് സിഫീനിൽ മുആവിയ. അതേ മുആവിയ വലിയ സൈനിക ശേഖരവുമായി ഹസൻ ഇബ്നു അലിയോട് യുദ്ധം പ്രഖ്യാപിച്ചു. പിന്നെ ഗത്യന്തരമില്ലാതെ ഹസൻ ഇബ്നു അലി 40,000-ഓളം വരുന്ന സൈനികരെ യുദ്ധത്തിന് തയ്യാറാകാൻ ഓർഡർ കൊടുത്തു. 6 മാസത്തിനുള്ളിലാണിത്, ഒരു നിവൃത്തിയില്ലാതെ. അപ്പം മുആവിയ വിചാരിച്ചത് ഹസൻ ഇബ്നു അലി നമ്മളോട് യുദ്ധത്തിനൊന്നും വരൂല എന്നാണ്. തിരിച്ച് യുദ്ധത്തിന് വേണ്ടി സൈനികർക്ക് ഓർഡർ കൊടുത്ത വിവരം അറിഞ്ഞപ്പോൾ മുആവിയ ആളെ അയച്ചു. ഒരു സംഘത്തെ, ഒരു ദൗത്യ സംഘത്തെ അയച്ചു ഹസൻ ഇബ്നു അലിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, ഒരു കത്താണ്. ആ കത്തിൽ പറഞ്ഞു, എനിക്ക് വയസ്സായി, ഇനി ഞാൻ കൂടുതൽ കാലമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ മരിക്കുന്നത് വരെ എന്നെ ഭരണാധികാരിയായിട്ട് അംഗീകരിക്കണം, ഹസൻ രാജിവെക്കണം. അതിനുശേഷം ഹസൻ അല്ലെങ്കിൽ ഹുസൈൻ ആരാണോ ഉള്ളത് അവർക്ക് ഭരണമേൽപ്പിക്കാം, ഞാൻ ആരെയും പിൻഗാമിയെ നിശ്ചയിക്കില്ല. അൽ ബിദായത്തു വന്നിഹായ എന്ന കിതാബിൽ ഉള്ളതാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് മുആവിയ തന്നെ ഒരു കരാർ പത്രിക കൊടുത്തയച്ചു ഈ ദൗത്യ സംഘത്തിൻ്റെ കയ്യിൽ. അതിൽ 5 കാര്യങ്ങൾ അതിൽ ഊന്നി പറഞ്ഞിരുന്നു. 1, ഞാൻ പിൻഗാമിയെ പ്രഖ്യാപിക്കുകയില്ല. 2, എനിക്ക് ശേഷം, എൻ്റെ മരണത്തിന് ശേഷം ഒന്നുകിൽ ഹസൻ അല്ലെങ്കിൽ ഹുസൈൻ അധികാരത്തിൽ വരണം. 3, അഹ്ലുബൈത്തിനെ ഒരു തരത്തിലും ശല്യപ്പെടുത്തുകയില്ല. 4, വർഷം തോറും 1,00,000 ദിർഹം അഹ്ലുബൈത്തിൻ്റെ ചെലവിലേക്കും അഹ്ലുബൈത്തിൻ്റെ പരിചരണത്തിലേക്കും നൽകാം. അതുകൊണ്ട് 5ാമത്തെ ഉപാധി ഹസൻ രാജിവെക്കണം. ഇതായിരുന്നു. ഹസൻ രാജിവെക്കണം, ഞാൻ മരിക്കുന്നത് വരെ വയസ്സായി, ഞാൻ മരിക്കാനായി, അതുകൊണ്ട് എനിക്ക് എൻ്റെ മരണശേഷം ഖിലാഫത്ത് അഹ്ലുബൈത്തിലേക്ക്, പ്രവാചക കുടുംബത്തിലേക്ക്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരിയിലേക്ക് പോകും. ഹസൻ ഇബ്നു അലി അതിന് മാറ്റി, ആ കരാർ പത്രികയിലെ ഓർഡറിൽ അദ്ദേഹം തിരുത്തൽ വരുത്തി. അദ്ദേഹം പറഞ്ഞു, എനിക്കോ ഹുസൈനോ അല്ല, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരിക്ക് കൊടുക്കണം. നോക്കണം നിങ്ങൾ, എത്രമേൽ ജനാധിപത്യപരമായിട്ടാണ് അഹ്ലുബൈത്ത് ഈ കാര്യത്തെ സമീപിച്ചതെന്ന് നോക്കണം. മുആവിയ എഴുതി, ഹസന് ഭരണമേൽപ്പിക്കാം അല്ലെങ്കിൽ ഹുസൈന് ഭരണമേൽപ്പിക്കാം. ഹസൻ അത് തിരുത്തി എഴുതി, അല്ല, ഹസനോ ഹുസൈനോ അല്ല, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരിക്ക് ഭരണമേൽപ്പിക്കാം എന്നെഴുതണം. അങ്ങനെ മുആവിയ സമ്മതിച്ചു. അങ്ങനെ എഴുതിയിട്ട് മുആവിയ ഒപ്പിട്ടു. ഹസൻ ജനങ്ങളോട് പറഞ്ഞു, ഇത് ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ രാജിവെക്കുകയാണ്, ഇയാൾ ഭരിക്കട്ടെ എന്ന് പറഞ്ഞ് രാജിവെച്ച് മുആവിയക്ക് ഭരണം കൊടുത്തു. അങ്ങനെയാണ് മുആവിയ സർവാധിപതിയാകുന്നത്. കൂഫയുൾപ്പെടുന്ന, ഇറാഖ് ഉൾപ്പെടുന്ന, ഇറാൻ്റെ ഒരു ഭാഗം ഉൾപ്പെടുന്ന, അഫ്ഗാൻ്റെ ഒരു ഭാഗം ഉൾപ്പെടുന്ന, ജോർദാൻ, ഈജിപ്ത്, സിറിയ, ഹിജാസ് ഉൾപ്പെടുന്ന വലിയ ഒരു പ്രദേശത്തിൻ്റെ, വലിയ ഒരു ഭൂപ്രദേശത്തിൻ്റെ ചോദ്യം ചെയ്യാത്ത രാജാവായി മുആവിയ മാറി. എന്നിട്ട് മുആവിയ പറഞ്ഞു, അന അവ്വലുൽ മുലൂക്ക്, ഇസ്ലാമിക ലോകത്ത് ആദ്യത്തെ ചക്രവർത്തി ഞാനാണ് എന്ന് പറഞ്ഞ് അയാൾ അധികാരം ഏറ്റെടുത്തു. ഇതോടുകൂടി ഹസൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ആളുകൾ രംഗത്ത് വന്നു. എന്തിനാണ് രാജിവെച്ചത്? അയാൾ ചതിയനാണെന്ന് അറിയില്ലേ? അലിയാരെ തങ്ങളോട് യുദ്ധം ചെയ്തയാളല്ലേ? റസൂലുള്ളാഹിനെ ചതിച്ചയാളല്ലേ? ഫാത്തിമ ബീവിയെ കൊന്നയാളല്ലേ? എന്തിനാണ് അയാളുമായി രഞ്ജിപ്പിലെത്തിയത് എന്ന് ചോദിച്ചിട്ട് ഹസൻ ഇബ്നു അലിയോട് എതിർപ്പുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, മാപ്പ് നൽകുക, മാപ്പ് നൽകുക, മാപ്പ് നൽകുക, വിട്ടുവീഴ്ച ചെയ്യുക, മാറി നിൽക്കുക, ഒതുങ്ങിക്കൊടുക്കുക, തോറ്റുകൊടുക്കുക, നാട്ടിൽ സമാധാനം ഉണ്ടാകട്ടെ. ഇതായിരുന്നു അഹ്ലുബൈത്തിന്റെ മുദ്രാവാക്യം. അങ്ങനെ തോറ്റുകൊടുത്ത് രാജിവെച്ച് 6 മാസം ഭരിച്ച് മാറി നിന്നു ഹസൻ ഇബ്നു അലി. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയോ? ഇനി പറയുന്നതാണ് നമ്മൾ ഓർക്കേണ്ടത്, അറിയേണ്ടത്. അങ്ങനെ പ്രവാചകന്റെ പൗത്രൻ നാട്ടിൽ സമാധാനമുണ്ടാകുന്നതിന് വേണ്ടി തൻ്റെ കൂടെ സർവായുധ വിഭൂഷിതരായി എന്തിനും തയ്യാറായ ലക്ഷക്കണക്കിന് ആളുകൾ തൻ്റെ പട്ടാളത്തിലുണ്ടായിട്ടും അവരെയൊന്നും ഉപയോഗിക്കാതെ സമാധാനമുണ്ടാകട്ടെ എന്ന് കരുതി രാജിവെച്ച് ഒഴിഞ്ഞ് മുആവിയ എന്ന് പറയുന്ന ആൾക്ക് ഭരണമേൽപ്പിച്ചു കൊടുത്തു. അതിനുശേഷം ഹസൻ ഇബ്നു അലി കൂഫയിലെ പള്ളിയിൽ വെച്ചൊരു ഖുത്ബ പ്രഭാഷണം നടത്തി. വെള്ളിയാഴ്ച കൂഫയിലെ പള്ളിയിൽ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അതിൽ മുആവിയയുണ്ട് താഴെ. എന്നിട്ട് ഹസൻ ഇബ്നു അലി പറഞ്ഞു, വഇന്നാ ഖദ് അഅതൈനാ ബൈഅതനാ ലിമുആവിയ, നാം മുആവിയക്ക് ഇതാ നമ്മുടെ ബൈഅത്ത് നാം കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ അയാളാണ് രാജാവ്. വല്ലാഹി മാ അദ്രി ലഅല്ലഹു ഫിത്നതൻ ലക്കും, എനിക്കറിയില്ല
അയാൾ നിങ്ങൾക്ക് വല്ല കുഴപ്പവും ചെയ്തേക്കുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്രഭാഷണം ഇങ്ങനെ താൻ എന്തിന് രാജിവെച്ചു എന്ന് പറയുകയായിരുന്നു ഖുത്ബയിലൂടെ. ഫഗളിബ മുആവിയ, ഇത് കേട്ടിട്ട് സദസ്സിലുള്ള മുആവിയക്ക് ദേഷ്യം പിടിച്ചു. എന്നിട്ട് മെമ്പറിലേക്ക് ഓടിക്കയറി ഹസൻ ഇബ്നു അലിയെ താഴെ ഇരുത്തി അദ്ദേഹം ഖുത്ബ നിർവഹിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വെള്ളിയാഴ്ച ഖുത്ബ നിർവഹിക്കുന്നതിനിടയിൽ പ്രവാചകന്റെ പൗത്രനെ മിമ്പറിൽ നിന്ന് വലിച്ച് താഴെയിട്ട് കയറി പ്രസംഗിച്ചു. ഇത് അൽ ബിദായത്തു വൻ നിഹായ എന്ന ഇബ്നു കസീറിന്റെ പുസ്തകത്തിൽ 8-ാം വോള്യത്തിൽ 46-ാമത്തെ പേജിൽ എഴുതി വെച്ചതാണ് ഞാൻ വായിക്കുന്നത്. ഫസഇദ മുആവിയ വഖതബ, അങ്ങനെ മുആവിയ മിമ്പറിലേക്ക് കയറുകയും ബാക്കി ഖുത്ബ നിർവഹിക്കുകയും ചെയ്തു. ലോക ചരിത്രത്തിൽ ആരെങ്കിലും ചെയ്യുമോ ഈ തമ്മാടിത്തം? അവിടെ തുടങ്ങുന്നു മുആവിയ. അതിനുശേഷം കൂഫയിൽ നിന്ന് മദീനയിലേക്ക് ഹസൻ ഇബ്നു അലിയും കുടുംബവും മദീനയിലേക്ക് മാറി താമസിച്ചു. എന്നിട്ടെന്ത് സംഭവിച്ചു? അതിനുശേഷം മുആവിയ ഹസൻ ഇബ്നു അലിയെ കൊല്ലണം. കാരണം താൻ മരിക്കുമ്പോൾ ഹസൻ ജീവിച്ചിരിക്കരുത്, ഹസനെ കൊല്ലണം. അതിനെന്ത് ചെയ്തു എന്നറിയാമോ? അൽ ബിദായത്തു വൻ നിഹായയിൽ ഇബ്നു കസീർ എഴുതുന്നു, കാന മുആവിയ ഖദ് തലത്തഫ ലിബഅലി ഖദമിഹി അൻ യസ്ഖിയഹു സുമ്മ. അൽ ബിദായത്തു വൻ നിഹായ എന്ന ഇബ്നു കസീറിന്റെ കിതാബിൽ 8-ാം വോള്യത്തിൽ 47-ാം പേജിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇനി പേജ് നമ്പർ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ആചാര്യന്റെ കിതാബിൽ നോക്ക്. അതിൽ അദ്ദേഹം പറയുന്നു, മുആവിയ എന്ത് ചെയ്തു? ഖദ് തലത്തഫ ലിബഅലി ഖദമിഹി, പിന്നെ ഹസൻ ഇബ്നു അലിയുടെ പരിചാരകരിൽ ചില ആളുകളെ വിലക്കെടുത്തു. എന്തിന്? അൻ യസ്ഖിയഹു സുമ്മ, അദ്ദേഹത്തിന് വിഷം കൊടുക്കാൻ, പോയിസണിങ്, വിഷം കൊടുക്കാൻ വേണ്ടി പരിചാരകരിൽ ചിലരെ വിലക്കെടുത്തു. എന്നിട്ട് നിരവധി തവണ സ്ലോ പോയിസൺ നൽകി, ഒന്നും രണ്ടും അല്ല, നിരവധി തവണ ഇങ്ങനെ ചെറിയ പോയിസൺ നൽകി. ആരെയാണ് വിലക്കെടുത്തെന്നറിയോ? വിലക്കെടുത്തത് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ ജഅദ എന്ന സ്ത്രീയെയാണ്. ഇതേ ഇബ്നു കസീറിൽ പറയുന്നു, അന്ന യസീദ് ഇബ്നു മുആവിയയുടെ മകനായ യസീദ് ബഅസ ഇലാ ജഅദ എന്ന് പറയുന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ അടുക്കലേക്ക് ആളെ അയച്ചു. അൻ സുമ്മിയൽ ഹസൻ, പിന്നെ ഹസൻ ഇബ്നു അലിക്ക് വിഷം കൊടുക്കാൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖാല അന ഉതസവ്വിജുകി ബഅദഹു, ഹസൻ മരിച്ചാൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കാം. ആര് പറയുന്നു? രാജകുമാരനായ യസീദ് പറയുന്നു, ജഅദയോട് പറയുന്നു. അങ്ങനെ ആ ജഅദ അത് ഏറ്റെടുക്കുകയും ഫഫഅലത്, അങ്ങനെ മുആവിയയുടെ കൊട്ടാരത്തിൽ നിന്ന് കൊടുത്ത വിഷം ഭക്ഷണത്തിലും പാനീയത്തിലും ചേർത്ത് ഭാര്യ ഭർത്താവിന് നൽകുകയും ചെയ്തു. അങ്ങനെ ഫലമ്മ മാത്തൽ ഹസൻ മരിച്ചപ്പോൾ ബഅസത ഇലൈഹി, ജഅദ യസീദിന്റെ കൊട്ടാരത്തിലേക്ക്, മുആവിയയുടെ കൊട്ടാരത്തിലേക്ക് ആളെ അയച്ചു. പക്ഷേ ഫഅബ, അയാൾ പറഞ്ഞു എനിക്ക് പറ്റൂല കല്യാണം കഴിക്കാൻ. അങ്ങനെ ജഅദ മദീനയിലെ തെരുവിലൂടെ ഭ്രാന്തിയായി അലഞ്ഞാണ് മരിച്ചുപോയതെന്ന് ബാക്കി ചരിത്രം. ഞാൻ പറയുന്നത് ഇങ്ങനെ ചെയ്തു മുആവിയയും യസീദും. അപ്പൊ ചില ആൾക്കാർ പറയും അത് യസീദ് അല്ലേ ചെയ്തത്, മുആവിയ അല്ലല്ലോ. എങ്കിൽ ഇബ്നു കസീർ പറയുന്നത് കാണണം. ഇബ്നു കസീർ പറയുന്നു, കാന ദാലിക, ഇങ്ങനെ വിഷം കൊടുത്തത് ബിത്തദ്സീസി മുആവിയ ഇലൈഹ, മുആവിയ ജഅദയെ പ്രലോഭിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ്. വബദല ലഹാ അലാ ദാലിക്, അവളെ വിലക്കെടുക്കുകയായിരുന്നു മുആവിയ തന്നെ പ്രലോഭിപ്പിച്ചിട്ട്, നിന്നെ എൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം, നിനക്ക് കൊട്ടാരത്തിലെ രാജ്ഞിയാകാം, നിനക്ക് ഈ നാട് മുഴുവനും ഭരിക്കാം എന്ന് പറഞ്ഞ് ജഅദ എന്ന് പറയുന്ന ഭൗതിക പ്രമത്തയായ ഒരു പെണ്ണിനെ വിലക്കെടുത്ത് അവളിലൂടെ പോയിസണിങ് നൽകിയിട്ടാണ് ഹസൻ ഇബ്നു അലി മരിച്ചത്. മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തെ പരിചരിച്ച ഡോക്ടർമാർ പറയുന്നുണ്ട്, ഹാദർ റജുൽ ഖതഅസുമു അമ്മാഹു, ഈ മനുഷ്യന്റെ ശരീരം മുഴുവനും വിഷാണ്, ഈ മനുഷ്യന്റെ ശരീരം മുഴുവനും വിഷത്താൽ നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹുസൈൻ ചോദിച്ചു, അനുജൻ ചോദിച്ചു, യാ അഖി അഖ്ബിർനി മൻ സഖാക, ആരാണ് നിങ്ങൾക്ക് വിഷം നൽകിയതെന്ന് എന്നോടൊന്ന് പറയാമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ അഖി ഇന്നമാ ഹാദിഹി ദുനിയ ലയാലും ഫാനിയ ദഅഹു, അല്ല പൊന്നു സഹോദര ഹുസൈനെ, ഈ ദുനിയാവൊക്കെ നശിച്ചു പോകുന്നു. തസവൂഫിന്റെ തലത്തിലുള്ള വർത്തമാനമാണ്. അന്ന ഹാദിഹി ദുനിയ ലയാലുൻ ഫാനിയ, ഇത് നശിച്ചു പോകുന്ന നശ്വരമായ താൽക്കാലികമായ ക്ഷണികമായ ജീവിതത്തിന്റെ പേരാണ് ദുനിയാവെന്ന് പറയുന്നത്. അതുകൊണ്ട് അതേക്കുറിച്ച് നീ എന്നോട് ചോദിക്കല്ല. അൽതഖി അന വഹുവ ഇൻദല്ലാഹ്, ഞാനും അയാളും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാനത് ചോദിച്ചോളാം. നീ അതിന് പ്രതികാരം ചെയ്യാനും ഇനി കുഴപ്പമുണ്ടാക്കാനും നിൽക്കണ്ട. നോക്കണം,
മരണവേദനയിൽ പോലും അവസാനം മരിക്കാൻ പോകുന്ന ഈ വിഷത്തിൻ്റെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഡോക്ടർമാർ പറയുന്നു ഇയാളുടെ ശരീരം മുഴുവനും വിഷാണെന്ന് പറയുന്ന സമയത്തും അദ്ദേഹം പറയുന്നു വെറുതെ കുഴപ്പത്തിന് പോകണ്ട, അതറിഞ്ഞാൽ നീ എന്തിന് പ്രതികാരം ചെയ്യാൻ പോവോ, അതുകൊണ്ട് ഞാൻ അവനെ അവിടെ വെച്ച് കണ്ടോളാം. ക്ഷണികമായ ഈ ലോകം. അങ്ങനെ 47-ാം വയസ്സിൽ പോയിൻസിനിങ്ങിൻ്റെ കാഠിന്യത്താൽ ഹസൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു, ഷഹീദായി. എന്താ കാര്യം? ഹസൻ താൻ മരിക്കുന്നതിന് മുമ്പ് ഹസൻ മരിക്കണം. മുആവിയുടെ ആഗ്രഹം അതായിരുന്നു. താൻ മരിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബി മരിക്കണം, താൻ മരിക്കുന്നതിന് മുമ്പ് ഫാത്തിമ മരിക്കണം, താൻ മരിക്കുന്നതിന് മുമ്പ് അലി മരിക്കണം, താൻ മരിക്കുന്നതിന് മുമ്പ് ഹസൻ മരിക്കണം, താൻ മരിക്കുന്നതിന് മുമ്പ് ഹുസൈൻ മരിക്കണം. പക്ഷേ ഹുസൈൻ്റെ കാര്യത്തിൽ മാത്രം ആ ആഗ്രഹം സഫലീകരിക്കപ്പെടാതെ പോയി. അയാളുടെ മരണത്തിന് ശേഷമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മകൻ കൊല്ലുന്നത്. ബാക്കി 4 ആളും മുആവിയയുടെ കൺമുന്നിൽ വെച്ച് മരിച്ചു. അല്ല, മുആവിയ തൻ്റെ കൺമുന്നിൽ വെച്ച് കൊന്നു, 4 പേരെയും കൊന്നു. ഇത് വേറെ ആരും പറയുന്നതല്ല, ഇത് പറയുന്നത് അൽ ബിദായത്തു വൻ നിഹായ എന്ന പുസ്തകമാണ്. മൗദൂദിയുടെ പുസ്തകവും വേണമെങ്കിൽ വായിച്ചു നോക്കാം. എന്നിട്ടോ അവിടെയും തീർന്നില്ല പ്രതികാരം. കൊന്നാലെങ്കിലും തീരണ്ടേ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് തൻ്റെ സഹോദരനോട് പറഞ്ഞു, ഹുസൈനോട് പറഞ്ഞു, മരിച്ചാൽ എന്നെ വല്യുപ്പാൻ്റെ അടുത്ത് മറമാടണം. നോക്കൂ, ബിദായയിൽ പറയുന്നു, നോക്കൂ, സമയത്തു ജാബിർ പറയുന്നു, യഖൂലു ഷഹിദിന ഹസൻ ഇബ്നു അലി യൗമ മാത വകാദത്തിൽ ഫിത്റത്തു തഖഉ ബൈനൽ ഹുസൈനി വ മർവാൻ വകാന അൽ ഹസനു ഖദ് അഹിദ ഇലാ അഖീഹി അൻ യുദ്ഫന മഅ ജദ്ദിഹി. ഹസൻ ഇബ്നു അലി മരിക്കാൻ നേരത്തെ ഹുസൈനോട് പറഞ്ഞു, എന്നെ വല്യുപ്പാൻ്റെ അടുത്ത് മറമാടണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ മരിച്ചപ്പോൾ റൗളയിൽ മറമാടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ മർവാൻ തടഞ്ഞു. മർവാൻ എന്ന് മദീനയുടെ ഗവർണറല്ല, ഗവർണർ സ്ഥാനത്ത് നിന്ന് നീക്കിയ സമയമാണ്, തടഞ്ഞു. എന്നിട്ട് ഇബ്നു കസീർ എഴുതുന്നത് എന്താണെന്നറിയാമോ? വ മർവാൻ യൗമ ഇദിൻ മഅ്സൂലൻ. ആ സമയത്ത് മർവാൻ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. യുരീദു അൻ യുർലിയ മുആവിയ. ഹസൻ ഇബ്നു അലിയെ മറമാടാൻ സമ്മതിക്കാത്ത കാരണത്താൽ മുആവിയ തന്നോട് തൃപ്തിപ്പെട്ട് തനിക്ക് വല്ല സ്ഥാനവും തിരിച്ചു തരുമോ എന്ന് അയാൾ ആഗ്രഹിച്ചു. നോക്കണം, അപ്പം മുആവിയുടെ മനസ്സെന്താണെന്ന് ആണ് ഇബ്നു കസീർ പറയുന്നത്. ഹസൻ ഇബ്നു അലിയുടെ ഹസന്റെ ജനാസ മറമാടാൻ വിസമ്മതിക്കുന്നത് മൂലം മുആവിയക്ക് തന്നോട് ഇഷ്ടം തോന്നാനിടയുണ്ട് എന്ന് കരുതി മർവാൻ ഹസന്റെ ജനാസ അങ്ങോട്ട് മറമാടാൻ സമ്മതിച്ചില്ല. എന്നിട്ട് മുആവിയ ഇബ്നു കസീർ പറയുന്നു, ഇതിന് മറുപടി പറയണം. ഈ 3 ആൾക്കാർ കൂടിയിരുന്നിട്ട് വട്ടമേശ സമ്മേളനത്തിലും മറ്റു ചില കാര്യങ്ങളിലൊക്കെ മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ മറുപടി പറ. ഇബ്നു കസീർ പറയുന്നു, വലം യസൽ മർവാൻ അദുവ്വുല്ലി ബനി ഹാഷിം ഹത്താ മാത. മർവാൻ മരിക്കുന്നത് വരെ പ്രവാചക കുടുംബത്തോട് ശത്രുത പുലർത്തിയ ആളായിരുന്നു. പ്രവാചക കുടുംബത്തോട് ശത്രുത പുലർത്തിയ ആളായിരുന്നു മരിക്കുന്നത് വരെ മർവാൻ എന്ന് ഇബ്നു കസീർ എഴുതുന്നു അൽ ബിദായത്തു വൻ നിഹായയിൽ 8-ാം വാള്യത്തിൽ 48-ാം പേജിൽ. എന്ത് പറയുന്നു? എന്നിട്ട് വലം യസൽ അതിനുശേഷം ജാബിർ പറയുന്നു, ഫകല്ലംതു യൗമഇദിൻ ഹുസൈനൻ. ഞാൻ ഹുസൈനോട് പോയിട്ട് വർത്താനം പറഞ്ഞു, വെറുതെ പ്രശ്നത്തിന് നിൽക്കണ്ട, വേറെ ബഖീയിൽ മറമാടിക്കോളൂ. അങ്ങനെ ഫദഫന ബിൽ ബഖീ. അങ്ങനെ ഹസൻ ഇബ്നു അലിയുടെ, പ്രവാചകന്റെ പൗത്രന്റെ, ഫാത്തിമ ബീവിയുടെ മകന്റെ ശരീരം ജനാസ ബഖീയിൽ പൊതുശ്മശാനത്തിൽ മറമാടി. ഹസൻ ഇബ്നു അലി റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ്. മർവാൻ ആരാ? ഇസ്ലാമുമായിട്ട് പുലബന്ധമില്ലാത്ത, ധർമ്മവുമായി പുലബന്ധമില്ലാത്ത, റസൂലുള്ളാഹിയുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത, റസൂൽ നാട് കടത്തിയ തെമ്മാടിക്കൂട്ടത്തിന്റെ തലവൻ, അയാളാണ് തീരുമാനിക്കുന്നത് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയുടെ ജനാസ റസൂലുള്ളാഹിന്റെ അടുത്ത് മറമാടണ്ടെന്ന്. എന്നിട്ട് ബഖീയിൽ മറമാടി. ഇത് ഇബ്നു കസീർ എഴുതുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രമേൽ കഠിനമായ അതിനുശേഷമാണ് മദീന പള്ളിയിലും മക്കയിലെ മസ്ജിദുൽ ഹറാമിലും മറ്റ് പള്ളികളിലുമെല്ലാം ഈ 3 ആളുകളെ ലഅനല്ലാഹു അലിയൻ വൽ ഹസന വൽ ഹുസൈൻ എന്ന ശാപ പ്രാർത്ഥന മിമ്പറുകളിൽ വെച്ച് പതിവാക്കിയത് മുആവിയ. എത്രമേൽ വലിയ വഞ്ചന, എത്രമേൽ വലിയ ചതി, എത്രമേൽ വലിയ ക്രൂരത ലോക ചരിത്രത്തിൽ തുല്യതയുണ്ടോ? എന്തുകൊണ്ടാണ് 5-ാം ഖലീഫയായ ഹസനെ പഠിപ്പിക്കാത്തതെന്നുള്ളതിൻ്റെ ഉത്തരങ്ങൾ കിട്ടിയില്ലേ? 5-ാം ഖലീഫയായ ഹസനെ കുറിച്ച് പറഞ്ഞാൽ
എന്തുകൊണ്ട് ഹസൻ രാജിവെച്ചു എന്ന്, എങ്ങനെ ഹസൻ മരിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയുമ്പോൾ തങ്ങളുടെ ആചാര്യനായ മുആവിയയുടെ തനിനിറം സമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടി വരും, വലിച്ചു കീറപ്പെടും. അതുകൊണ്ടാണ് 5ാം ഖലീഫയെ പഠിപ്പിക്കാതിരിക്കുന്നത്, 5ാം ഖലീഫയെ കുറിച്ച് പറയാതിരിക്കുന്നത്. 4 ഖലീഫമാരല്ല, 5 ഖലീഫമാരുണ്ട്. ഇസ്ലാമിക തസവുഫിൻ്റെ, ഇസ്ലാമിക സൂഫിസത്തിൻ്റെ, ആധ്യാത്മികതയുടെ വേരുകൾ മുഴുവൻ ചെന്നെത്തുന്നത് ഹസൻ ഇബ്നു അലിയിലേക്കും ഹുസൈൻ ഇബ്നു അലിയിലേക്കും അലിയാർ തങ്ങളിലേക്കുമാണ്, ആ കുടുംബത്തിലേക്കാണ്. അതുകൊണ്ട് തസവുഫിൻ്റെ കണ്ണി മുറിച്ച് കളഞ്ഞു, ആധ്യാത്മികതയുടെ കണ്ണി മുറിച്ച് കളഞ്ഞു. എന്നിട്ടൊരു മറ്റൊരു മതം ഇവിടെ സ്ഥാപിച്ചു. ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, നാം ഇപ്പോൾ നിലകൊള്ളുന്നത് ആ മതത്തിലാണ്. ഹസൻ ഇബ്നു അലിയെ കൊന്ന, ഫാത്തിമയെ കൊന്ന, അലിയാർ തങ്ങളെ കൊന്ന, റസൂലുള്ളാഹിനെ കൊന്ന, ഇസ്ലാമിനെ തകർത്ത മുആവിയയുടെ മതത്തിലാണ് നാം ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ച് നിലകൊള്ളുന്നത്. മുഹമ്മദിൻ്റെ മതം കാർമേഘങ്ങൾക്കടിയിൽപ്പെട്ടു പോയ ചന്ദ്രനെ പോലെ മറഞ്ഞിരിക്കുന്നു. മറ നീക്കി കൊണ്ടുവരണം, അതിലേക്ക് പോകണം. അപ്പോഴേ ഇസ്ലാമിൻ്റെ മധുരം അനുഭവിക്കാൻ കഴിയൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബ്നിൽ ദബീഹൈൻ സയ്യിദിനാ വമൗലാനാ വഹബീബിനാ വമുൻജീനാ വമുർഷിദിനാ വഖുറത്തി അയുനിനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അല്ലദീന ജാഹദൂ ബി അംവാലിഹിം ഫീ സബീലില്ലാഹ് വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബഹു. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമ. സഹോദര സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. ഖബറുമായി ബന്ധപ്പെട്ട്, ഈ അഹ്ലുബൈത്തിൻ്റെ ഖബറുകളുമായി ബന്ധപ്പെട്ട് ഇത് മാത്രമല്ല പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഫാത്തിമ ബീവിയെ റസൂലുള്ളാഹിന്റെ അടുത്ത് മറമാടാൻ അനുവദിച്ചില്ല. ഹസൻ ഇബ്നു അലിയെ മറമാടാൻ അനുവദിച്ചില്ല. അലിയാർ തങ്ങളോ? അലിയാർ തങ്ങൾ കൂഫയിൽ വെച്ചാണ് മരിക്കുന്നത്, കൊല്ലപ്പെടുന്നത്. അലിയാർ തങ്ങളുടെ ഖബർ എവിടെയാണ്? മുആവിയ പറഞ്ഞു, എവിടെ മറമാടിയാലും ഞാൻ മാന്തി പുറത്തെടുക്കും. ചരിത്രം പഠിച്ചു നോക്കണം. എന്നിട്ട് 4 മയ്യത്ത് കട്ടിലാണ് അലിയാർ തങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരേ സമയത്ത് ഇറങ്ങിയത്. എന്നിട്ട് 4 സ്ഥലത്താണ് മറമാടിയത്. അലിയാർ തങ്ങളുടെ ഖബർ എവിടെയാണെന്ന് ഇന്നും ആർക്കും അറിയില്ല. കാരണം ഒരു സ്ഥലത്താണെന്ന് അറിഞ്ഞാൽ മുആവിയ മാന്തി പുറത്തെടുക്കും എന്ന് മുആവിയ പറഞ്ഞാണ്. ഇവർ പറയും അലിയാർ തങ്ങൾ മരിച്ചപ്പം മുആവിയ കരഞ്ഞു എന്ന്. അങ്ങനെയാണല്ലോ കഥകളുണ്ടാക്കുന്നത്. ഇപ്പം നജ്ഫിലാണ് അലിയാർ തങ്ങളുടെ ഖബർ എന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിനും വലിയ അടിസ്ഥാനമൊന്നുമില്ല. അതിന് ആകെ ഒറ്റ തെളിവ് അവർക്കുള്ളത് കർബലയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഹുസൈൻ നജഫിലെ ഖബറിൻ്റെ അടുത്ത് പോയിട്ടാണ് സിയാറത്ത് ചെയ്തത് എന്നുള്ളതാണ്. ആ ഒരൊറ്റ തെളിവാണ് നജഫിൽ ആണ് അലിയാർ തങ്ങളുടെ ഖബർ എന്ന് വിശ്വസിക്കാൻ കാരണം. ഇപ്പോഴും അറിയില്ല എവിടെയാണ് അലിയാർ തങ്ങളുടെ ഖബറെന്ന്. ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ്റെ, ഒരു സഹാബിയുടെ ഖബർ മറമാടിയാൽ ഞാൻ മയ്യത്ത് വലിച്ച് പുറത്തിടുമെന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് നല്ലത് വിചാരിക്കാൻ കഴിയുക? ആ മനുഷ്യനുണ്ടാക്കിയ ഈ ഹദീസ് വാറോലകളിൽ എങ്ങനെയാണ് നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുക? ദീന് പോട്ടെ, ധർമ്മം പോട്ടെ, അല്പം മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയാൻ ഒക്കുവോ? മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഒരേ സമയത്ത് ആ ദയനീയത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ എവിടെ കാണുന്നുണ്ട് ആ ദയനീയത? ഫാത്തിമ ബീവി കൊല്ലപ്പെട്ടപ്പോൾ കാണുന്നില്ലേ? നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ, ഒരു ഭാര്യയുടെ, സ്വന്തം ഭാര്യയുടെ ശവശരീരവും ചുമന്നിട്ട് കിലോമീറ്ററുകൾ നടന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടപ്പോൾ
എങ്കിലറിയണം അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ പേര് അലി എന്നാണ്. സ്വന്തം ഭാര്യ മരിച്ചപ്പോൾ കുളിപ്പിച്ച്, ഒരാളില്ലാതെ കുളിപ്പിച്ച്, ആ വിശുദ്ധ ജനാസ ഇങ്ങനെ ചുമലിലേറ്റിയിട്ട് സ്വന്തമായി പോയിട്ട് ഖബറ് കുത്തിയിട്ട് മറമാടി ഒരു മനുഷ്യൻ പണ്ട് ചരിത്രത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അലി എന്നാണ്. അതിനാരാ കാരണക്കാര്? ഇത് നമ്മൾ ഓർക്കണ്ടേ? അതിനുശേഷം ഹസൻ മരിച്ചപ്പോൾ മറമാടാൻ കഴിയാതെ സ്വന്തം സഹോദരൻ ഹുസൈൻ ഈ മയ്യത്തും തോളിലേറ്റിയിട്ട് പോയിട്ട് മറമാടി ജന്നത്തുൽ ബഖീൽ. പ്രവാചകന്റെ കുടുംബം. അതിനുശേഷം അലി കൊല്ലപ്പെട്ടപ്പോൾ നേരാമ്പണ്ണം മനസമാധാനത്തോടെ മക്കൾക്ക് പോയിട്ട് മറമാടാൻ കഴിഞ്ഞില്ല. എന്നിട്ട് 4 ഖബർ കുത്തി, 3 ഡമ്മി ഉണ്ടാക്കി, എന്നിട്ട് 4 മറമാടേണ്ടി വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ ഈ ദയനീയമായ ഈ അവസ്ഥയെക്കുറിച്ച്. ഹുസൈൻ മരിച്ചപ്പോൾ ഉടൽ ഒരിടത്ത്, തല വേറൊരിടത്ത്, 2 രാഷ്ട്രങ്ങളിൽ, 2 പ്രദേശങ്ങളിൽ പോലുമല്ല. ശരീരം ഇറാഖിൽ, തല ഈജിപ്തിൽ. ആലോചിച്ച് നോക്കൂ ഒരു കുടുംബത്തിന്റെ ദയനീയമായ അവസ്ഥ. ആരുടെ കുടുംബം? ആരുടെ മയ്യത്തുകൾ വെച്ചായി കളിക്കുന്നത്? നമുക്ക് ഇന്ന് ഒരു സാധാരണക്കാരൻ്റെ മയ്യത്ത് വെച്ചിട്ട് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? എന്നിട്ട് ഈ മനുഷ്യന്മാരെ പുകഴ്ത്തി നടക്കാൻ ഈ മുല്ലാക്കൂട്ടത്തിന് മടിയില്ല എന്ന് പറയുമ്പോൾ, ഈ മനുഷ്യന്മാരെ പുകഴ്ത്തിയിട്ട് തലയിൽ വെച്ചിട്ട് ദീനിന്റെ ആചാര്യന്മാരെ ആക്കി നടക്കാൻ ഇവന്മാർക്ക് കഴിയുന്നു എന്ന് പറയുമ്പോൾ ഇവരാരാ? ഇവരെങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ ആൾക്കാരാകുന്നത്? ഇവരെങ്ങനെയാണ് ദീനിന്റെ ആൾക്കാരാകുന്നത്? ആലോചിക്കണ്ടേ? ഇത് വസ്തുതയാണെങ്കിൽ വസ്തുതയല്ല എന്ന് പറയാൻ നോക്കുമോ? നിങ്ങളുടെ ആചാര്യന്മാരെഴുതിയ കിതാബിലല്ലേ ഇതൊക്കെ ഉള്ളത്? എങ്ങനെയാണ് ഇനിയും അവരെ ന്യായീകരിക്കുക സമൂഹത്തിന്റെ മുന്നിൽ? സത്യം മനസ്സിലാക്കി സത്യത്തെ ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് ത്വയ്യിബ് സറാഹും വജഅലിൽ ജന്നത മഅവാഹും ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.